വെയിൽസിലാണുള്ളത്. ഗസ്റ്റ് ക്വാർട്ടേഴ്സ്. These buildings were for the use of the visitors to the abbey. വായിച്ചു നോക്കിയിട്ട് പോസടിച്ച് വായിച്ചു നോക്കൂ. അപ്പോൾ ഈ അബ്ബിയിലേക്കുള്ള വിസിറ്റേഴ്സ് ക്വാർട്ടേഴ്സ് ആയിരുന്നു ഈ തകർന്ന് കിടക്കുന്നത്. അവശിഷ്ടങ്ങൾ, ശേഷിപ്പുകൾ. ടിൻറ്റേണിൽ ഇത്രയും സ്ഥലങ്ങൾ കാണാറുണ്ട്. വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട്. വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ്. 5 പൗണ്ടാണ് പാർക്കിങ്ങിൻ്റെ. ഒരു ദിവസം ഫുള്ള് ഇവിടെ പാർക്ക് ചെയ്യാം. ഈ അബ്ബിയുടെ തൊട്ടടുത്തായിട്ടാണ്. ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഇറങ്ങുമ്പോൾ നല്ല എന്തായിരുന്നു, വെയിലായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേന് ഭയങ്കര തണുപ്പ്. വീണ്ടും വിൻ്ററായി. നല്ല തണുപ്പ്, നല്ല തണുപ്പ്. എന്തോ തണുപ്പുണ്ട്. ഇവിടെ കണ്ട വെയിൽസ് ഉണ്ട്. വെയിൽസ് എന്താ ചെയ്യുന്നത്? അബാട്ട് ടിൻറ്റേൺ അബി. ഇംഗ്ലീഷ് ലെറ്റർ തന്നെ ആണെങ്കിലും വ്യത്യാസമാണ് വായിക്കുന്നത്. സൂനിയർ ഷോപ്പ് അതൊന്നും കയറി നോക്കാൻ. ഈ കാണുന്നതാണ് ടിൻറ്റേൺ അബി. നല്ല തണുപ്പായി പോയി ഗൈസ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഒരാൾക്ക് 9.5 പൗണ്ടാണ്. പിന്നെ അവിടെ പാർക്കിംഗ് 5 പൗണ്ട്. പാർക്കിംഗ് 5 പൗണ്ട്. ഇതിനുള്ളിൽ ഒരാൾക്ക് അഡ്മിഷന് 9.5 പൗണ്ട്. ഞാൻ മുമ്പേ കാണിച്ച സൂനിയർ ഷോപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആണ് അകത്തേക്ക് കയറേണ്ടത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ടോ. പിന്നെ അവിടെ ഒരു വാലി വാക്ക് കാണുന്നുണ്ട്. ഒന്ന് പോയി നോക്കട്ടെ അങ്ങോട്ട്. ഈ വൈ എന്ന് പറയുന്ന നദിയുടെ തീരത്താണ് ഈ അബി ഉള്ളത്. ആ സൈഡിൽ ആണെന്ന് തോന്നുന്നു. ഞങ്ങളെന്തായാലും ഈ വൈവാലി വാക്കിൽ ഒന്ന് പോയിട്ട് വരാം. ഞങ്ങളിങ്ങനെ വാലി വാക്കിൽ നടക്കുകയാണ്. നല്ല രസമുണ്ട്. വരുന്ന വഴിക്ക് കുറേ വീടിൻ്റെ അടുത്ത് കുറേ സായിപ്പന്മാരെ കണ്ടു. എല്ലാം മര്യാദക്കാരും. എല്ലാം നമ്മളോട് ഹായ് പറയുന്നു. ചിലരൊക്കെ സംസാരിക്കുന്നുണ്ട്. ഭയങ്കര മര്യാദക്കാർ. എന്താണെന്നറിയില്ല. ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്നവർ. ഇത് കണ്ടോ, ഒരു വരുന്ന വഴിക്കേണ്ട ഒരു വെറൈറ്റി സംഭവമാണ്. ഒരു തുറന്നു കാണിച്ച് കണ്ടോ, ബുക്സ് വെച്ചിരിക്കുകയാണ്. പൈസ ഒന്നും കൊടുക്കണ്ടല്ലേ? ഡൊണേഷൻ വേണമെങ്കിൽ ഒക്കെ ഡൊണേഷൻ കൊടുത്തിട്ട് ഇതെല്ലാം യൂസ്ഡ് ബുക്കുകളാണ്. നമുക്ക് വേണമെങ്കിൽ വായിക്കാം. പക്ഷേ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാം. വേണമെങ്കിൽ ഡൊണേഷൻ കൊടുക്കാം. ഞങ്ങൾ വീണ്ടും
എൻ്റെ ആ അമ്മച്ചി ഒരു ബുക്ക് എടുത്തായിരുന്നു. ഇതുകൊണ്ട് നാടൻ കോഴികൾ. നാടൻ കോഴികൾ എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്. ദ ക്യൂ ഹൗസ് ചിക്കൻസ്. നാടൻ കോഴികൾ കണ്ടവർ എന്നെ ഫീൽ ചെയ്യുന്നു. അതൊരു ഗ്രേ കളർ. താറാവുണ്ട്. എവിടെ ഇങ്ങോട്ടാ പോകുന്നത്? കയറുന്നു. നല്ല ഭംഗി, നല്ല വൃത്തിക്ക്. ഇപ്പോഴത്തെ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തണുപ്പാണ്. ഞാൻ ആ തണുപ്പുകൊണ്ടാണ് ഹെഡ്ഫോൺ വെച്ചേക്കുന്നത്, ചെവിയിലേക്ക് കാറ്റടിക്കാതിരിക്കാൻ വേണ്ടി. നല്ല ഭംഗിയാണ്. ഈ ഞങ്ങളുടെ ഈ ഭാഗത്താണ് വൈ നദി പോകുന്നത്. വൈ നദി കാണാൻ കാണിക്കാം. അങ്ങോട്ടാണ് പോകുന്നത്. ഇത് വൈ വാക്ക് അല്ലേ? നല്ല രസമുണ്ട്. നല്ല പച്ചപ്പിയാണ്. കാണിക്കാം. കടുവ പൂച്ച. അങ്ങനെ നടന്നു വന്ന് ഞങ്ങൾ നദിക്കരയിലെ ഒരു സ്ഥലത്തെത്തി. നല്ല തണുപ്പാണ് ഗൈസ്, നല്ല തണുപ്പ്. ഞങ്ങൾ ആദ്യം നടന്നു കണ്ട് ആ വഴി ഇങ്ങനെ നടന്നാണ് അത് വന്നത്. ആ വീടിന് ബാക്കിൽ കൂടെയുള്ള വഴി കൂടെ നടന്നിട്ടാണ് അവിടെ ജംഗ്ഷനിലെത്തിയിട്ട് വീണ്ടും റൈറ്റ് കട്ട് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ നടന്നതുകൊണ്ട് ആ കാണുന്ന വഴിയിൽ കോഴിയെ വളർത്തിയ അമ്മച്ചിയുടെ ഒക്കെ കൂടെ അമ്മച്ചിയെ കണ്ട് ഞങ്ങൾ ഈ നദിക്കരയുടെ സൈഡിൽ കൂടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. വൈവാലി പോക്ക് 6 തൊട്ട് 136 മൈൽ ഉണ്ട്. ഇതൊക്കെയാണ് റൂട്ട്. നല്ല തണുപ്പ്, നല്ല തണുപ്പ്. യു ആർ ഹിയർ 0.6 ചീഫ് സ്റ്റോ മുതൽ ഇങ്ങനെ വന്ന് അവിടെയുണ്ട്. അത് വായിക്കാൻ പറ്റും. ഞങ്ങളപ്പോൾ വീണ്ടും മുന്നേക്ക് നടക്കുകയാണ്. നല്ല തണുപ്പ്, നല്ല തണുപ്പ്. ഒരാൾ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് പുറകെ വരുന്നുണ്ട്. ഹെറിറ്റേജ് വാച്ച്, ഹെറിറ്റേജ് വാച്ച്. ഞങ്ങൾ നടപ്പാതെ വന്ന് നദിക്കരയിൽ വന്നിരിക്കുകയാണ്. നദിക്കരയിലെ ചെളി കണ്ടോ? ഇത്രയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. പറ്റിയതാണെന്നായിരിക്കണം തോന്നുന്നത്. ആറ് തന്നെ ആയത്. നല്ല ഭംഗിയുണ്ട്. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ. ഭയങ്കര ക്വയറ്റ്. തിരിച്ച് കയറട്ടെ. ഞങ്ങൾ വന്ന വഴി ഇതാണ്. ഒന്ന് കയറി നോക്കട്ടെ. വലിയ കുഴപ്പമില്ല. ഇതൊരു കാട്ടുവഴി പോകുന്നുണ്ട്. ഒരു യു ടേൺ അടിച്ച് നോക്കാം. യു ടേൺ അടിച്ചു വന്നു. ഒരു യു ടേൺ അടിച്ചത് വഴി ഇനി തിരിച്ച് പോട്ടെ.
കാർഡിഫിലേക്ക് പോവുകയാണ്. എൻ്റെ ബാക്ക് സൈഡിലോട്ട് കാണാം ടിൻറ്റൻ അബി. ഇതിൻ്റെ ഡ്രസ്സൊക്കെ താഴെ എന്തൊക്കെ ചെളിയിൽ തൂത്തുകൊണ്ട് പോകും. അങ്ങനെ ഞങ്ങൾ റൂമെടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രിവിലേജ് കാർഡ് ഉള്ളതുകൊണ്ട് എനിക്ക് ഡിസ്കൗണ്ട് ഉണ്ട്, സ്റ്റാഫ് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ റൂം. ഇതാണ് റൂമൊക്കെ. നമ്മുടെ റൂം കളിച്ചത് വളരെ ചെറിയൊരു റൂം. നമ്മുടെ ട്രെയിനിൻ്റെയൊക്കെ ഫസ്റ്റ് ക്ലാസ് സ്ലീപ്പർ പോലെ. ടോയ്ലറ്റ് കാണിച്ചു തരാൻ മറിയ. ടോയ്ലറ്റ് വളരെ രസമാണ്, വളരെ ചെറിയ കണ്ട ഫസ്റ്റ് ക്ലാസ് ട്രെയിനിൻ്റെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് ടോയ്ലറ്റ് പോലെ വളരെ ചെറുത്. പിന്നെ ഇതിൻ്റെ നേരെ ഇങ്ങനെ സൈഡിൽ ഷവർ റൂമും വളരെ ചെറുതാണ്. ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കാം, ഇത്രയുള്ള സൈസ്. ഇവിടെ വലിയൊരു മിററ്, വലിയൊരു ഡബിൾ ബെഡ്, ടി വി എല്ലാം ഉണ്ട്. ഈ വിൻഡോ തുറന്നാൽ പുറത്തോട്ടുള്ള കാഴ്ച കാണാം. നോക്കട്ടെ, കാണിച്ച് കാണാൻ അറിയില്ല. വളരെ വളരെ സിമ്പിളായിട്ട് പക്ഷെ പവർഫുള്ളായിട്ട്. ഈ റൂമിന് ഞങ്ങൾക്ക് 27 പൗണ്ടേ ആയിട്ടുള്ളൂ, സ്റ്റാഫ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട്. പ്രിവിലേജിൻ്റെ പ്രൈസ് കഴിഞ്ഞിട്ട് ഈ റൂമിന് ഞങ്ങൾക്ക് 27 പൗണ്ടേ ഉള്ളൂ. എനിക്ക് പ്രിവിലേജ് കാർഡ് ഉള്ളതുകൊണ്ട് പ്രിവിലേജ് കാർഡ് ഇതാണ് എൻ്റെ പ്രിവിലേജ് കാർഡ്. ഇത് വെച്ചിട്ട് 27 പൗണ്ടേ ആയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കാർഡിഫിൽ ഇന്നത്തെ വിശേഷത്രേ ഉള്ളൂ. ഇനി ബാക്കി നാളെ. ബൈ.